ചോരയിലൂടെ പത്തനംതിട്ട പരിമല ആശുപത്രി മോർച്ചറിക്ക് മുന്നിലെ ഈ മുദ്രാവാക്യം വിളി മാത്രം മതി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് MG കണ്ണൻ എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്നറിയാൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട അടൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി ഒരിക്കൽ കൂടി മത്സരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി കണ്ണന് വേണ്ടി ഇറങ്ങാൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കവെയാണ് കണ്ണന്റെ അപ്രതീക്ഷിത വിയോഗം. അടൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായിരുന്ന ചിറ്റയം ഗോപകുമാറിനോട് കേവലം 2912 വോട്ടിനാണ് MG കണ്ണൻ പരാജയപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പക്ഷാഘാതം വന്നാണ് MG കണ്ണനെ പരിമലയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. കണ്ണൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെ നേതാക്കളും പ്രവർത്തകരും. ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് കണ്ണൻ്റെ വൈഫ് സജിത വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്നേരം പോയിട്ട് തിരിച്ചു വരുന്ന ഒരാൾ എന്നുള്ള തലത്തിലാണ് കാണുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പോയതിനു ശേഷം ഇവിടേക്ക് എത്തുമ്പോൾ റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ ഇവിടെത്തി ആദ്യം കിട്ടുന്ന വാർത്തകളെല്ലാം വളരെ പോസിറ്റീവായിരുന്നു. ആദ്യം നടത്തിയ അറ്റംപ്റ്റ് വിജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ചുമതലയുള്ള അച്ഛൻ എന്നെ വിളിക്കുന്നത് തന്നെ. പക്ഷെ അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ കൊളാപ്സ്ഡ് ആകുന്നത്. പിന്നെ ആ റിപ്പോർട്ട് വെച്ച് തന്നെ നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ നോക്കി. പിന്നെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു ജീവൻ നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ സ്വാഭാവികമായി വെന്റിലേറ്ററിൽ വെച്ച് തന്നെ ടോട്ടൽ കൊളാപ്സ് ഉണ്ടാവുകയായിരുന്നു. നിയമസഭാംഗമായി തങ്ങളുടെ കണ്ണൻ ശോഭിക്കുന്നത് കാണാൻ കാത്തിരുന്നവർക്ക് തീരാവേദനയായി ഈ അപ്രതീക്ഷിത വിയോഗം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും 2 തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായും MG കണ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. DCC വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു MG കണ്ണൻ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.